റഷീദ്, ഗുഡ് മോർണിംഗ്. ലിയോണൽ മെസ്സിയുടെ വരവിൽ എന്താണ് സംഭവിച്ചത്? സംഘാടനത്തിൽ വലിയ പിടിപ്പുകേടാണോ ഉണ്ടായത്? ആ പിടിപ്പുകേട് അക്രമത്തിലേക്കും വലിയ നാണക്കേടിലേക്കും എത്തിക്കുന്ന ഒരു അവസ്ഥയാണോ സംഭവിച്ചത്? വെരി ഗുഡ് മോർണിംഗ് മനു. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തറവാട്ടുമുറ്റമായി അറിയപ്പെടുന്ന സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ്, അതായത് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് കഴിഞ്ഞ ദിവസം ലയണൽ മെസ്സി എത്തുകയും പിന്നീട് വലിയ അക്രമ സംഭവങ്ങളൊക്കെ തന്നെയും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ചടങ്ങിനെത്തിയിട്ടുള്ള മെസ്സി പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും മടങ്ങുകയും അതോടൊപ്പം തന്നെ ആരാധകരടക്കമുള്ള ആളുകൾ വലിയ പ്രതിഷേധമടക്കം ഉയർത്തുകയും ചെയ്തതിനെ തുടർന്നാണ് വലിയ ആക്രമണങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും 5 മിനിറ്റിലധികം മെസ്സി ഈ ചടങ്ങിന് നിന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആരാധകരൊക്കെ തന്നെയും ആരോപിക്കുകയും ചെയ്യുന്നത്. ഇതിലേറെ പ്രധാനപ്പെട്ടത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളതിനാലാണ് മെസ്സിയെ അധിക സമയം അവിടെ നിർത്താത്തത് എന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ഏറെ പ്രധാനപ്പെട്ടത് 5000 മുതൽ 25,000 രൂപ വരെയുള്ള ടിക്കറ്റുകൾ നേടിയാണ് ഈ ആരാധകരും അതോടൊപ്പം തന്നെ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും മെസ്സിയെ ഒരു നോക്കു കാണാൻ എന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ സ്റ്റേഡിയത്തിൽ എത്തുകയും ചെയ്തിരുന്നത്. ഈ ചടങ്ങിനെത്തുന്ന മെസ്സി ആരാധകരുമായി സംവദിക്കും എന്നുള്ള കാര്യം സംഘാടകർ നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ മേഖലയിലേക്ക് എത്തുകയും പിന്നീട് അത് വലിയ അക്രമ സംഭവങ്ങളായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഘാടനത്തിൽ വലിയ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നതാണ്. പ്രത്യേകിച്ചും സുരക്ഷാ ക്രമീകരണങ്ങളിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ആരാധകരുടെ ഈ അക്രമങ്ങൾ തടയുന്നതിനൊക്കെ തന്നെയും വലിയ പിഴവുകൾ സംഘാടകർക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മെസ്സി അല്പസമയം പോലും ഈ മേഖലയിൽ തുടർന്നില്ല എന്നുള്ളതാണ് നിലവിൽ ആരാധകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്ന് അത് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഹൈദരാബാദിലേക്കും പിന്നീട് മുംബൈയിലേക്കും പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മേഖലയിൽ ഇപ്പോൾ ഈ കൊൽക്കത്തയിലെ ഈ അപകട സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കിടെ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ത്യയെ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ നാണക്കേടിലേക്ക് തന്നെയാണ് മമതാ സർക്കാർ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. മമതാ സർക്കാരിൻ്റെ 2 മന്ത്രിമാരാണ് ഈ ചടങ്ങിന് പ്രധാനമായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. ഇവർക്കൊക്കെ തന്നെയും കൃത്യമായി ലയണൽ മെസ്സിയെ കാണാനും അവരുടെ മക്കൾക്കൊക്കെ തന്നെയും സെൽഫി എടുക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കൂടി വളരെ സിമ്പിളായി പറഞ്ഞാൽ വലിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തപ്പോൾ കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത പാവപ്പെട്ട ആരാധകരെ പറ്റിച്ചു അല്ലേ? മനു, തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. VIP കളായിട്ടുള്ള ആളുകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ തന്നെയും മെസ്സിയെ കാണാനും സംവദിക്കാനും കഴിഞ്ഞു. അതേസമയം ഇത്തരത്തിൽ വലിയ തുക കൊടുത്ത് മെസ്സിയെ കാണാൻ ആഗ്രഹിച്ചെത്തിയിട്ടുള്ള ആരാധകർക്കും അതോടൊപ്പം തന്നെ ഫുട്ബോൾ പ്രേമികൾക്കൊന്നും തന്നെ മെസ്സിയെ കാണാൻ കഴിയുകയും ചെയ്തില്ല. മെസ്സിയും ഇവരോട് സംവദിക്കുകയും ചെയ്തില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വലിയ ആക്രമണത്തിലേക്ക് ആരാധകരടക്കമുള്ള ആളുകൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റേഡിയത്തിലെ കസേരകളും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ബോർഡുകളും ലൈറ്റുകളും ഒക്കെ തന്നെയും അടിച്ചു തകർത്തു. ഫുട്ബോൾ കളിക്കുന്ന സ്റ്റേഡിയത്തിനകത്തെ ബാറുകൾ അടിച്ചു തകർത്തു. ഇത്തരത്തിൽ വലിയ ആക്രമണങ്ങളിലേക്ക് തന്നെയാണ് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ അക്രമികളെ അല്ലെങ്കിൽ ആരാധകരെ ഇത്തരത്തിൽ നിയന്ത്രിക്കുന്നതിനും പോലീസിനും വലിയ വീഴ്ച സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് സ്റ്റേഡിയത്തിന് പുറത്തുള്ള ഭാഗങ്ങളിലേക്കും പ്രതിഷേധവുമായി ആരാധകരടക്കമുള്ള ആളുകൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് വലിയ സംഘടനാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മമതാ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വലിയ വീഴ്ച സംഭവിക്കുന്നു. പിന്നീട് അത് ഫുട്ബോൾ ലോകത്തെ തന്നെ വലിയ ഒരു നാണക്കേടിലേക്ക് എത്തിക്കുന്നു എന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും VIP കൾക്കൊക്കെ തന്നെയും സൗകര്യം ഒരുക്കിയ സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ചില ആളുകളൊക്കെ തന്നെ പ്രതികരിക്കുകയുണ്ടായി. അവസാന ഘട്ടത്തിൽ 25,000 രൂപ വരെയുള്ള ടിക്കറ്റുകളാണ് വിറ്റിരുന്നത്. അതിനുശേഷം ഈ കരിഞ്ചന്ത പോലുള്ള ടിക്കറ്റുകളും വിറ്റിരുന്നു. ഇതിൽ 50,000 രൂപ വരെയുള്ള ടിക്കറ്റുകൾ വാങ്ങിക്കൊണ്ട് മെസ്സിയെ കാണാനുള്ള ആഗ്രഹം മുന്നിൽ വെച്ചുകൊണ്ട് സ്റ്റേഡിയത്തിൽ എത്തിയ ആളുകളൊക്കെ തന്നെയുമുണ്ട്. ഇവരാണ് ഏറ്റവും കൂടുതൽ രോഷാകുലരാവുകയും പിന്നീട് വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് മെസ്സി മുംബൈയിലാണ് ഉള്ളത്. സമാനമായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്.